ചിലരുടെ പാവം തന്നെ സായിയായിട്ട് അങ്ങനെ ആയിരിക്കും, പാവമായിരിക്കും, കാണുമ്പോൾ ഭയങ്കര പോസാന്നൊക്കെ തോന്നും. ചിലപ്പം അതായത് നറേഷൻ അത്രയ്ക്ക് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ടായിരിക്കാം, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അത്രയും ഓമനിച്ച് തന്നെയാണ് അരുൺ ആ സിനിമ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞു പോയപ്പോഴും ഞാൻ കുറേ ഇപ്പോഴും മനസ്സിലിട്ട് താലോലിക്കുന്നത്. ഒരു പുതിയ ആക്ടറിന് നിലയിൽ വളരെ വളരെ ഒരു ഹ്യൂജ് ബ്ലെസ്സിങ് ആണ്. അത് ആ രീതിയിൽ തന്നെ പിഴിഞ്ഞു തന്നെയാണ് അരുൺ ചെയ്യിച്ചിട്ടുള്ളത്. ഞാനൊരു പണിയെടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി പറയുക. അപ്പോഴത്തേക്ക് ഓഡിയൻസിന് അതിനെപ്പറ്റി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഇതെന്റേതാണല്ലോ, ഞാനിങ്ങനെയായിരുന്നു, അതെ അതെ ഒരു അങ്ങനെ പറയുന്നത്. എനിക്കൊന്നും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു അതിശയം തോന്നി. നമ്മൾ ഇത്ര കാലമായിട്ട് നിന്നിട്ട് പ്രൊഡ്യൂസർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന പടം തന്നെയായിരിക്കും UK എന്നുള്ളൊരു ത്രില്ലില്ല. അതങ്ങനെ ഇരുന്നോട്ടെ, നമ്മൾ ആ വിശ്വാസം കൊണ്ട് പടം പോയി കാണാം. അപ്പോൾ അത് മറ്റെല്ലാ വലിയ പടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ലാതെ ഒന്ന് മനസ്സുകൊണ്ടും കൂടെ ഒരു സ്നേഹം നമ്മുടെ UK ഒക്കെ കൂടെ ഉണ്ടാവണം. ഹായ് ഹലോ, വെൽക്കം ടു ഓൺലൂക്കസ് മീഡിയ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ദ്രൻസ് ചേട്ടൻ, അതേപോലെ രഞ്ജിത്ത് സാറാണ്. രഞ്ജിത്ത് ചേട്ടൻ തന്നെ പറയാം. UK ഓക്കെ എന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. എനിവേ, എന്തൊക്കെയാണ്, സുഖമാണോ? ഇപ്പം UK ഓക്കെയെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ള വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ? വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇനി അവിടെ 2 ആഴ്ചയുള്ളൂ May 23rd. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു വളരെ സ്പെഷ്യൽ പടമാണെന്ന്. കാരണം എന്നെ സംബന്ധിച്ചാലും ഏട്ടനെ സംബന്ധിച്ചാലും നമ്മൾ രണ്ടുപേരും ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രങ്ങളെ ഇതിൽ അവതരിപ്പിച്ചുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം മൈക്ക് ഹെൽബോളും കഴിഞ്ഞു എനിക്കൊരു ആവേശം ഉണ്ടായിരുന്നു. ഒരു പുതിയ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയ ഷെയ്ഡ് എനിക്ക് കൊണ്ടുവരണം. ഒരു ആർട്ടിസ്റ്റിന് എന്നെ ചാലഞ്ച് ചെയ്യണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ആ സമയത്ത് UK ഒക്കെ കഥ ആദ്യം അരുൺ അവതരിപ്പിച്ചത്. പക്ഷെ ആദ്യം അത് കേട്ടപ്പം എനിക്ക് അതിന്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ. ഞാൻ കേട്ടായിരുന്നു ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രഞ്ജിത്തേട്ടൻ ഫസ്റ്റ് റിജക്ട് ചെയ്തു, പിന്നെ ശേഷം അത് അതിന്റെ ഒരു ഹുക്ക് പോയിന്റ് എന്തായിരുന്നു പിന്നെ അത് കമ്മിറ്റ് ചെയ്യാനുള്ളത്? ഇത് തന്നെ. കാരണം അതിന് എനിക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു, പക്ഷെ കാരണം ഞാൻ ഒരു പടം ചെയ്യും തോറും എന്നെ അത് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പുതിയ ഒരു ഷെയ്ഡ് കൊണ്ടുവരണമെന്ന് എനിക്കുണ്ട്. കാരണം ആൾക്കാർ സ്ഥിരം കാണുന്ന കാര്യം കണ്ടുകൊണ്ടിരുന്ന അത് മടുത്തു. സോ എനിക്ക് ആദ്യം അത് കേട്ടപ്പോൾ ചിലപ്പം അതായത് നറേഷൻ അത്രയ്ക്ക് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ടായിരിക്കാം, പക്ഷെ എനിക്കത് കിട്ടിയില്ല ആ സമയത്ത്. പിന്നെ നമ്മൾ ഒരുപാട് റീവർക്ക് ചെയ്ത് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി വന്നപ്പം എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ പുള്ളി വേറൊരു സ്ക്രിപ്റ്റ് കൂടെ വർക്ക് ചെയ്തു. അപ്പൊ അതിനെ കുറച്ച് എലിമെന്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കുറച്ച് ഈ ക്യാരക്ടറിൽ കുറച്ചൊരു ഷെയ്ഡ് ഫീൽ ചെയ്തു, ഒരു മൾട്ടിപ്പിൾ ലെയേഴ്സ് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. കാരണം ഖൽബാല് ഒരു ലവ് സ്റ്റോറിയാണ്, ഗോൾമാലുള്ള ത്രില്ലറാണ്. ഇത് ശരിക്കും ഒരു സാധാരണക്കാരന്റെ സ്ട്രഗിൾസ് ഇത് കാണിക്കുന്നത്. ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞാൽ ഓൾ ഇമോഷൻസ് ആർ ഇൻവോൾവ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അതെ അതെ. ഞാൻ ഇപ്പൊ ഈ 4 പടങ്ങൾ എടുത്ത ഒരു ആക്ടറിന്റെ നിലയിൽ, ഒരു പ്യോർ ഒരു ആക്ടർ നിലയിൽ എനിക്ക് എല്ലാം ഒരു നല്ലൊരു ഒരു ക്യാരക്ടർ ഗ്രാഫ് കിട്ടിയ 2 പടങ്ങള്, ഒരെണ്ണം ഖൽബ്, മറ്റേത് UK ഓക്കെ തന്നെ. ഓക്കെ. എനിവേ, ഇന്ദ്രൻസ് ചേട്ടന്റെ അടുത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര ക്യൂട്ട് ചിരിയുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് ഹമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം എന്താ പറയാ, ഒരു ജാടയില്ലാത്ത, ഇപ്പോഴും ഇത്രയും എന്താ പറയാ, ഈ ഒരു ജനറേഷനിലും ഇപ്പം എല്ലാവരും ജാട ഇട്ടിട്ടും അങ്ങനെയൊക്കെ നടക്കുന്ന ഇടയിലും സാർ എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെയാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നത്? അതറിയാൻ വയ്യ. പിന്നെ ഓരോരുത്തരുടെയും ഒരു സ്വഭാവത്തിൻ്റെ രീതിയുണ്ടല്ലോ. ചിലരുടെ പാവം തന്നെ സായിയായിട്ട് അങ്ങനെ ആയിരിക്കും, പാവമായിരിക്കും, കാണുമ്പോൾ ഭയങ്കര പോസാന്നൊക്കെ തോന്നും. എന്നതുപോലെ ആയിരിക്കാം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പാവങ്ങൾ തന്നെ. ഞാൻ പിന്നെ എനിക്ക് വേറെ കാര്യം തന്നെ, ഞാനിപ്പോൾ വലിയ സന്തോഷമല്ല എനിക്ക് പടങ്ങൾ ഇപ്പോഴേ രഞ്ജിത്ത് ഭയങ്കര ഗംഭീരമായിട്ട് അത് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹം ഡാൻസും കാര്യങ്ങളും ഇച്ചിരി നല്ല ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ഇദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കാൻ അപ്പുറത്തുള്ള ഒരു ക്യാരക്ടറായി. അതെ, നമ്മുടെ ബോളിവുഡിൽ അങ്ങനെയൊക്കെ പോലെ ഒരു വലിയ വിഷയം, വലിയ ചർച്ച ചെയ്യുന്നൊരു വിഷയം പറയണം. അതിന് ഒരുപാട് അഭിനയിച്ച് നിർത്താനുള്ള വേഷം ചെയ്തിരിക്കണം. അതുകൊണ്ട് അപ്പൊ എനിക്കും 1-2 സീനും അദ്ദേഹത്തിന്റെ കോമ്പിനേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്കും വളരെ, ഞാൻ എത്രയും
പടങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഒരു പള്ളിയിലച്ഛന്റെ ഒരു വെറൈറ്റി ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരു പടം ഇതാണ്. അപ്പൊ അതിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, കഥയുടെ ഒരു നല്ല മുഹൂർത്തത്തിൽ 1-2 കോമ്പിനേഷൻ കൂടെ ഉണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടൊരു അതിശയം തോന്നി. നമ്മള് എത്ര കാലമായിട്ട് നിന്നിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പുതിയ ജനറേഷൻ എന്ന് വരുന്ന ആൾക്കാർ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടുവാണ് ഡെലിവറിയൊക്കെ. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു വിശ്വാസം തോന്നി. പടം പറയുന്ന വിഷയവും അതുപോലെ തന്നെ. അങ്ങനെ നമുക്ക് ഇപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ വിഷയമാണ് ഇന്ന് പരക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അതിന് അത്രയും ഓമനിച്ച് തന്നെയാണ് അരുൺ ആ സിനിമ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫലം എന്തായാലും ഉണ്ടാവും. അത് ഒരിക്കലും മോശമാവില്ല. പ്രൊഡ്യൂസർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന വളം തന്നെയായിരിക്കും UK എന്നുള്ളൊരു ത്രില്ലില്ല. എങ്ങനെ ഉണ്ടായിരുന്നു രഞ്ജിത്ത് ചേട്ടന്റെ കൂടെ അഭിനയിച്ച സമയത്ത്? ലൈക്ക് യൂണീക്ക് ആയിട്ട്, അതായത് ഇപ്പം 4 ചിത്രമാണല്ലേ? അപ്പോ 4ാമത്തെ ചിത്രമാണ് രഞ്ജിത്ത് ചേട്ടൻ്റെത് ഇത്. അപ്പം ചേട്ടനാണ് ഒരുപാട് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, പുതിയൊരു ആളെന്ന നിലയിൽ എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ അഭിനയിച്ച സമയത്ത്? അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ആളെ അറിയാം നേരത്തെ. ആദ്യം ഒരു മൈക്ക് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി, അന്ന് പോകാൻ പറ്റിയില്ല. അത് നഷ്ടമായി പോയി. പിന്നെ കിട്ടിയത് ഇതാ. അതില് ഏതാണ്ട് കുറെ നേരത്തെ അതിന് മുമ്പ് കണ്ട ആളില്ല. പിന്നെ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ അയാൾ ആ ക്യാരക്ടറായിട്ട് അങ്ങനെ ഒരു സ്വസ്ഥതയില്ലാത്ത രീതിയിൽ ഈ നമ്മളുടെ കോമ്പിനേഷൻ വരുന്ന സീനിൽ മാത്രമേ പിന്നെ കാണാറുള്ളൂ. സത്യത്തിൽ ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. കാരണം എന്റെ കഴിഞ്ഞ 4 പടം എടുത്താലും ഖൽബാരി സിദ്ദിഖിനോട് അഭിനയിക്കാൻ പറ്റി. യുക്യൂക്കിൽ എനിക്ക് ഇന്ദ്രചേട്ടൻ ജോയിൻ ചേട്ടൻ അത് ശരിക്കും ഒരു പുതിയ ആക്ടർ എന്ന നിലയിൽ വളരെ വളരെ ഒരു ഹ്യൂജ് ബ്ലെസ്സിംഗ് ആണ്. കാരണം ഇത്രയും വെറ്ററൻസ് ആണ്. കാരണം ഇത്രയും എന്താ പറഞ്ഞ പോലെ ഇപ്പം ഈ യുക്യൂക്കിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന സീൻസ് ഭയങ്കര കുറച്ച് ഇമോഷണലി എലിവേറ്റഡ് സീൻസ്. അതൊരു പ്രധാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമോഷണൽ പീക്കിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ സീൻസ്. അത് നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടർ ഓപ്പോസിറ്റ് ആക്ടർ നമുക്കൊരു സ്പേസ് ആണ്. ഡെഫിനറ്റ്ലി ആക്ടർ ഭയങ്കര ഒരു വൾണറബിൾ പൊസിഷനിൽ നിൽക്കുന്നത്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവോ അത് എന്തെങ്കിലും ഒരു ഷൈനസ് തോന്നി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ക്യാമറ അത് ക്യാപ്ചർ ചെയ്യും കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ. ആ രീതിയിലായിട്ട് എനിക്ക് നല്ലൊരു സ്പേസ് തന്നു. കാരണം എനിക്കായുള്ള സ്പേസ് തന്നു. കാരണം ആ ഗിവ് ആൻഡ് ടേക്ക്, ആ മറ്റേ കൊടുത്തു വാങ്ങാൻ എനിക്ക് നല്ലൊരു സ്പേസ് കിട്ടി. പറഞ്ഞു തീർത്താൽ ആ സീൻ നിൽക്കത്തില്ല. അത് കണ്ണെന്ന് ഉള്ളിൽ വരുന്നത് ഇമോഷൻസ് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞു പോയപ്പോഴും ഞാൻ കുറെ ഇപ്പോഴും മനസ്സിലിട്ട് താലോലിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ കോമ്പിനേഷൻ വരുന്നത്, പക്ഷെ അത് വളരെ എനിക്കൊന്ന് ഭയങ്കര ഇമോഷണലി ചാർജ് ആയിട്ടുള്ള സീൻസ് ആണ് കോമ്പിനേഷൻ വരുന്നത്. ജോണി സാറിന്റെ കൂടെ ജോണി ചേട്ടന്റെ കൂടെ അഭിനയിച്ച സമയത്തായിക്കോട്ടെ, ഇപ്പം ഒരു അപ്പൻ, അതായത് എല്ലാ പടങ്ങളിലും ജോണി ആന്റണി എന്ന് പറയുന്നത് ഒരു വൈബ് അപ്പൻ, ആ ഒരു റോളാണ്. ഇപ്പൊ ഈ പടത്തിൽ അങ്ങനെ ഒരു, ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ വൈബ് തന്ത അങ്ങനെയൊക്കെ പറയല്ലോ. അപ്പൊ അതേപോലെ ഒരു ക്യാരക്ടറാണോ ജോണി ആന്റണി ഓബിയസ്ലി ജോണി ആന്റണി പുള്ളിക്ക് ഒരു വ്യത്യസ്തമായിട്ടൊരു ചാർമുണ്ട്. അതെപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എവർഗ്രീൻ ചാർം അതുണ്ട്. പക്ഷെ അതിനുപരി എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറിന് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്. കാരണം ഞാൻ പേഴ്സണലി കണ്ട ഈ പടത്തിനെ പറ്റി എന്റെ ഒരു ഓഡിയൻസ് പെർസ്പെക്ടീവ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടർ ഡെഫിനറ്റ്ലി വൈബുള്ള ഒരു ആക്ടിങ്, പക്ഷെ അതിനോട് ഒരു ക്യാരക്ടർ ഡെപ്ത് ഉണ്ട്. കാരണം ഈ ഫസ്റ്റ് നമ്മുടെ ഈ ശരിക്കും ഒരു സോഷ്യൽ റെലവന്റ് സബ്ജക്ട് ഈ പടം ഡിസ്കസ് ചെയ്യും. എന്നാലും ഒരു അച്ഛൻ മകത്തിന്റെ ഒരു ബന്ധം ശരിക്കും ഒരുപാട് ലേയേഴ്സ് കാണിക്കുന്നു. ആ ലേയേഴ്സിലൂടെ ഈ ടോപ്പിക് പറഞ്ഞു പോകുന്നത്. സോ അതിന് ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഇടയ്ക്ക് ചെയ്ത പുള്ളിക്കും ഒരു ആക്ടർ നിലയിൽ എനിക്ക് തോന്നുന്നു അഭിമാനത്തോടെ പറയുന്ന വലിയൊരു ക്യാരക്ടർ റോയച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളിയുടെ പേര്. അതെ അതെ. ഇപ്പം കോമ്പിനേഷൻ റോള് വരുന്നുണ്ടോ ജോണി ചേട്ടന്റെ കൂടെ? ഞങ്ങള് ശരിക്കും കൂട്ടുകാരാണ്. പള്ളിയിൽ അച്ഛനാണ്, ഒരുമിച്ച് പഠിച്ചവരൊക്കെ. അങ്ങനെ അവരിലുണ്ടാവുന്ന കുടുംബ കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇത് ശരിക്കും വലിയൊരു വിഷയം പറയുവാണ്. ശരിക്കും കുടുംബത്തിൽ ഒതുങ്ങുന്നതല്ല, ഒരുപാട് കുടുംബത്തിലെ വിഷയങ്ങളാണ്. ഇപ്പൊ യൂത്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിലുണ്ടെന്ന് പറയുന്നു. അതിനെ കുറിച്ചിട്ട് ഒരുപാട് കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു കമേഴ്ഷ്യൽ പടം തന്നെ, ഒരു എന്റർടൈനർ തന്നെ. നമ്മൾ ഡെഫിനറ്റ്ലി ഒരു സോഷ്യൽ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യില്ലല്ലോ, ഒരു പ്രകൃതി രീതിയിലല്ല പറയുന്നത്. ഇതൊരു ഫാമിലി എന്റർടൈനർ. പക്ഷെ എന്നാലും നമ്മളൊരു ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക് ഈ ഫാമിലി എന്റർടൈനറിലൂടെ നമ്മൾ
പറയുക. അപ്പോഴത്തേക്ക് ഓഡിയൻസിന് അതിനെ പറ്റി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് എന്റേതാണല്ലോ, അതെ അതെ ഒരു ഫാമിലി കാണുമ്പോൾ അതിലുള്ള എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ നോക്കിയ ഒരുപാട് ഈ ആക്ഷനോ ഹൈ ഒക്ടീൻ അങ്ങനത്തെ ഒരു പടങ്ങളാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അതിൽ നിന്ന് മാറി കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ വന്നിട്ട് തിയേറ്റേഴ്സിൽ കുറച്ചധികം നാളായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ സ്പേസ് നമുക്കൊരു കിട്ടാൻ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നത് ഈ പടത്തിൽ. ഓക്കെ, ഇപ്പം ആസ് എ പുറത്ത് പഠിച്ചു വളർന്ന ഒരാളാണ്, ഇതിപ്പം കേരള പേര് തന്നെ ഉണ്ട് കേരള റിലേറ്റഡ്, ഒരു മലയാളി. അരുൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ കേരള, അതായത് ഞാൻ രഞ്ജിത്തിനെ കറക്റ്റ് ഒരു മലയാളി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അങ്ങനെ മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഞാൻ ഒരു മലയാളി, പക്ഷെ ഞാൻ ദുബായിലെ പഠിച്ചു വളർന്നത്. സോ അതിന്റെ ഒരു പിടുത്തവും ഒരു ഡയലക്റ്റിന്റെ പ്രശ്നവും ആദ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവിടെ നമ്മൾ ഒരു 23 വർഷം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടുത്തെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കസ്റ്റംഡ് ആവും. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇവിടെ പെർമനന്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു ഈ എന്റെ ഒരു പാഷൻ പെർസ്യൂ ചെയ്യാൻ. പിന്നെ ഈ ടോണി എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, പുള്ളി ഒരു ഒരു കട്ടപ്പന നാട്ടുപുറത്തുകാരനാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഈ ടോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അങ്ങനെ ഞാൻ അവതരിപ്പിക്കാൻ നോക്കിയത്. സോ ആ റിലേറ്റബിലിറ്റി ഫാക്ടർ കിട്ടണമെങ്കിൽ ഇവിടുത്തെ എന്റെ ഏജിലുള്ള ആൺപിള്ളേർക്ക് ഈ ക്യാരക്ടറോട് എന്തോ ഒരു സിമിലാരിറ്റി കാണണം. സോ അത് ഡെഫിനറ്റ്ലി അരുൺ തന്നെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പണിയെടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഞാനൊരു കാര്യത്തിൽ എനിക്കൊരു വിശ്വാസം വന്നാൽ അതും എനിക്ക് കൺവിൻസ് ആയ ഞാൻ അതിനൊരു 200% കൊടുക്കാൻ തയ്യാറാണ്. ബട്ട് യെസ്, ഡെഫിനറ്റ്ലി ഇതൊരു ചാലഞ്ചിങ് റോഡ് ആയിരുന്നു. പക്ഷെ ആ ചാലഞ്ച് എനിക്ക് നേരിടണമെന്ന് ഒരു വാശ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് ചെയ്തു. ഈ സംസാരിക്കുന്ന ഭാഷയല്ല, ആ ക്യാരക്ടർ വേറെയാണ്. അത്രയും അത് ആ രീതിയിൽ തന്നെ പിഴിഞ്ഞു തന്നെയാണ് ചെയ്യിച്ചിട്ടുള്ളത്. അത്രയും സമയം എടുത്തിട്ടുണ്ട്, ഒരുപാട് സമയം എടുത്ത്. ഭാഷ ഈ പറയുന്ന ഭാഷയേ അല്ല. അങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലൊക്കെ? അല്ല കൂടല്ലേ എല്ലാരും ഈ വരുമ്പോഴേക്കും കൂട്ടല്ലേ എല്ലാം ഇതുപോലെ ഒരുമിച്ച് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. കുറച്ച് ക്ലൈമാറ്റിക് പ്രോബ്ലംസ് പാടത്തിലും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏകദേശം ഒരു 3.5 മാസം നമ്മൾ ഷൂട്ട് ചെയ്തു, സ്കെഡ്യൂൾ ബ്രേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറിന് ഒരു ഉറപ്പുണ്ടെങ്കിൽ അവരുടെ കോണ്ടന്റിൽ, എനിക്കൊന്ന് കൽബിൽ ഇങ്ങനെ തന്നെയാണ്. കാരണം സാധിക്കിന് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഇതാ എനിക്ക് വേണ്ടത്. കാരണം ഒരു ഡയറക്ടർ ഒരു പടം നിലനിൽപ്പിക്കുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന് പറയാം ആ ഷിപ്പിന്റെ. സോ പുള്ളിക്ക് ഒരു ക്ലിയർ ഐഡിയ ഇല്ലെങ്കിൽ ആ പടത്തിന്റെ ഫൗണ്ടേഷൻ അത് ക്രംബിൾ ചെയ്യും. സോ അരുണ് നല്ല ഉറപ്പുണ്ട്, ഇതാ എന്റെ കോണ്ടന്റ്, ഇതാ എന്റെ ടോണി, ഇതാ എന്റെ ക്യാരക്ടേഴ്സ്, ഇത് തന്നെ വേണമെന്ന്, ഇങ്ങനത്തെ ഒരു മീറ്റർ വേണമെന്ന് പുള്ളിക്ക് ഒരു ഉറപ്പുണ്ട്. അപ്പോഴത്തേക്ക് ആ മീറ്ററിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്ത് അവിടെ എത്തിപ്പിക്കാൻ ഉള്ള പ്രോസസ് കുറച്ചുകൂടി ഈസിയർ ആണ്. സോ ആ രീതി നല്ല സ്മൂത്ത് ആയിട്ടല്ല പോയത്. പിന്നെ ഇപ്പം പ്രൊമോഷന് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു വെറുപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, ഇപ്പം അടുത്താണോ അത് കേട്ടിട്ടില്ലേ, സിംഗിൾ ആണോ എന്നുള്ളത്? അത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കേട്ടായിരുന്നു മറുപടി റെഡി ടു മിങ്കിൾ. അതിനോട് എന്താ പറയാനുള്ളത്? ഒരുപാട് ക്രഷ് ഉള്ള ഒരു നടൻ തന്നെയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കൽബ്. എനിക്ക് തോന്നുന്നു കൽബ് OTT റിലീസ് ആയതിനു ശേഷം. അതെ, അപ്പൊ ഇങ്ങനെ ഈ ഫീമെയിൽ ഫാൻസിന്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. കാരണം നമ്മൾ എല്ലാവരും കൽബായാലും ഗോളമായാലും യുകെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത ഒരു പടമാണ്. സോ അതിന്റെ ഒരു റിസൾട്ട് ആൾക്കാർ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. സോ ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ഇതെല്ലാം കേട്ടിട്ട്. പിന്നെ ചേട്ടാ വേറെ എന്തൊക്കെയുണ്ട് UK OKനെ കുറിച്ച് വേറെ എന്തൊക്കെയാ ചേട്ടന് പറയാനുള്ളത്? ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഡേറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റുന്നത് എനിക്ക് ഈ പാട്ട് കേട്ടിട്ടാണെങ്കിൽ കൂടെ എനിക്ക് പേഴ്സണലി മനസ്സിലായത് ഒരു അബ്രോഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു സ്റ്റുഡന്റ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ സ്ട്രഗിൾസിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കാം
എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അത് കറക്റ്റ് ആണോ? അതങ്ങനെ ഇരുന്നോട്ടെ, നമ്മൾ ആ വിശ്വാസം കൊണ്ട് പടം പോയി കാണാം. ഓക്കെ. മറ്റെല്ലാ വലിയ പടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ലാതെ ഒന്ന് മനസ്സുകൊണ്ടും കൂടെ ഒരു സ്നേഹം നമ്മുടെ യു കെ കൂടെ ഉണ്ടാവും നിങ്ങളെല്ലാവരും. പിന്നെ മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു മുന്നേ, മഞ്ജു ചേച്ചിയായിട്ട് ഹോമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ കുറിച്ചിട്ട് മഞ്ജുവായിട്ടൊക്കെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അവരൊക്കെ വരുമ്പോഴത്തേക്കുള്ളൊരു ഒരു കോമ്പിനേഷൻ ഒരു ഇതുണ്ടല്ലോ, കുറച്ചൊരു ഈസി ആയിട്ട് അങ്ങനെ പോകുന്നു. അവരെപ്പോഴും ഭയങ്കര ഉത്സാഹിയല്ലേ ഇങ്ങനെ. അതിന്റെ ഒരു മൊത്തം സെറ്റിൽ ഒരു ഇളക്കം ഉണ്ടാക്കുന്ന ഒരു ഒരു വ്യക്തിയാണ്. രസമായിരിക്കും അല്ലേ? ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനും മഞ്ജു ചേച്ചി ജോണിയൊക്കെ അങ്ങനെ സെറ്റ് ഇളക്കി നിർത്തുന്ന ആൾക്കാർ. ഈ ചേച്ചിയുടെ അത്ര കോമഡി സീൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഷൂട്ടില്ലാ സമയത്ത് ഞാൻ സംസാരിച്ചു നല്ല നല്ല എനിക്ക് മൊത്തമായിട്ട് ചേട്ടനായാലും ചേട്ടനായാലും ചേച്ചിയായാലും എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ ഒരു സെറ്റിംഗ് ആയിരുന്നു മൊത്തം. കാരണം ഇത്രയും നമ്മളൊരു 4 മാസം ഷൂട്ട് ചെയ്യുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അത്രയും ക്ലോസ് ആവത്തില്ല നമ്മളെല്ലാവരും. പിന്നെ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഈരാട്ടിപ്പേട്ടയിലാണ് ഷൂട്ട് ചെയ്തത്. വളരെ കുറച്ച് അങ്ങോട്ട് ലൊക്കേഷൻ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാവരും ഒരേ ഒരു വീട്ടിലെ സെറ്റില് ഷൂട്ടില്ലെങ്കിൽ ചെലവഴിക്കുക, സംസാരിക്കുക. സോ എല്ലാവരും ഒരു സ്മോൾ ഫാമിലി ആയിട്ട് മാറും. ഇപ്പം സാരംഗി മാം ഉണ്ട്, പിന്നെ ചാന്ദിനി, അങ്ങനെ പുതിയ മുഖങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ കൂടെ കോമ്പിനേഷൻ സീൻസ് ആയിക്കോട്ടെ അല്ലാതെ തന്നെ എങ്ങനെയൊക്കെയായിരുന്നു? ഇപ്പൊ പ്രൊമോഷന്റെ സമയത്താണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. ശരിയാ, ബിക്കോസ് എനിക്ക് ഷൂട്ട് സമയത്ത് ഞാൻ കുറച്ച് റിസർവ്ഡ് ആയിരുന്നു, അധികം സംസാരിക്കായിരുന്നു. ഞാൻ മോസ്റ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കും. പ്രൊമോഷൻ സമയത്ത് നമ്മൾ എല്ലാവരും ഒരു വാനിലായി മറ്റേ കണ്ണൂരായാലും കോഴിക്കോടായാലും പ്രൊമോഷൻസിൽ മൊത്തം പോകുന്നത്. സോ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മള് പടത്തിന്റെ മെമ്മറീസ്, ഷൂട്ട് മെമ്മറീസ് പറ്റി ഓർമ്മിപ്പിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ട്. പക്ഷെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഇതെല്ലാം അതേണ്ടതിന് ഇത് അരുണിന്റെ ഒരു കഴിവുണ്ടായി ഈ പടം ശരിക്കും ഇങ്ങനെ വന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ആർട്ടിസ്റ്റ് ആവുമ്പോൾ പക്ഷെ ഒരു ആർട്ടിസ്റ്റിനുള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡയറക്ടറിന്റെ കടമയാണ്. അത് നന്നായി പുറത്തു കൊണ്ടുവന്നാല് ആ പടം നിലനിൽക്കും. അതെല്ലാം ഓൾ താങ്ക്സ് ടു. ചേട്ടന് അവരൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവരൊക്കെ കൂടെ? കുറച്ചുപേരൊക്കെ മാത്രമുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ക്യാരക്ടറിനെ കുറിച്ച്, ചേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊന്ന്. പള്ളിയിലച്ഛന്റെ കഥാപാത്രം ഞാൻ ഇതുവരെ ആദ്യം ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രം, അതുകൊണ്ടുള്ള ഒരു ത്രില്ലുണ്ട്. ചേട്ടന് വേറെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മുടെ UK ഒക്കെ പറ്റി പറയാനുണ്ടെന്നുണ്ട്? May 23 നമ്മുടെ പടം റിലീസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. ഇപ്പോഴത്തെ യൂത്ത് ഫാമിലി ഓഡിയൻസ്, ബട്ട് എസ്പെഷ്യലി യൂത്ത്, ഈ ജനറേഷനിലുള്ള ആൾക്കാർ കാണേണ്ട ഒരു പടമാണ്. നിങ്ങളിത് ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒരുപാട് എന്താ പറയുക എലിമെന്റ്സ് ഉണ്ട് ഇതില്. പക്ഷെ എന്നാലും ഒരു ഫാമിലി എന്റർടൈനർ. ആൻഡ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഒരു നല്ല പടമാണെങ്കിൽ നമ്മളെ ക്യാരക്ടേഴ്സിനെ, ആ കഥയെ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. ആ സാധ്യത ഈ പടത്തിൽ ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. ചേട്ടൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇത്, നമുക്ക് ടീമിനെ എല്ലാവർക്കും കാണിക്കുമല്ലോ. അപ്പൊ ചേട്ടൻ കണ്ട സമയത്ത് ചേട്ടന് എങ്ങനെയുണ്ടായിരുന്നു? എന്നാലും പേഴ്സണലി ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? പേഴ്സണലി നമ്മളെപ്പോഴും അഭിനയിക്കുന്ന പടം നന്നായിരിക്കണം, അങ്ങനെ തന്നെയാണ് ആഗ്രഹം. എങ്കിലും ചില സിനിമകൾ അങ്ങനെ പൊളിച്ച് കഥ പറയാൻ പറ്റത്തില്ല. നമുക്കൊന്നും എല്ലാവരും അതിന്റെ വിഷയങ്ങളൊക്കെ പറയാൻ പറ്റും. ഈ പടം റിലീസായ ശേഷം നമുക്ക് ഒത്തുകൂടുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. നമ്മുടെ കോണ്ടന്റിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഓഡിയൻസിന് സ്വീകരിക്കുന്നു. ഉറപ്പായിട്ടും തീർച്ചയായും സ്വീകരിക്കട്ടെ, എന്റെ പ്രാർത്ഥന ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ടീം. ആൻഡ് May 23 റിലീസ് കാര്യങ്ങൾ വരുന്നത്. എല്ലാവരും പോയി കാണണം. താങ്ക് യു സോ മച്ച് ഇന്ദ്രൻ ചേട്ടാ, ആൻഡ് താങ്ക് യു സോ മച്ച് രഞ്ജിത്ത് ചേട്ടാ. താങ്ക് യു.